കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോട് കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മര ആടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്തതും ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതകാലത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന ഒരു വലിയ ഒരു വിശേഷണം ലഭിച്ച ഒരു വിശുദ്ധയാണ് കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളും, അവരുടെ മരണസമയത്ത് പോലും അവരെ ഒരു നല്ല മരണം നൽകുവാനായിട്ട്, അവരെ ശുശ്രൂഷിച്ച് അവർക്കൊരു നല്ല മരണം നൽകുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു വിശുദ്ധയാണ്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതങ്ങളൊക്കെ ഒത്തിരിയേറെ ആളുകൾക്ക് ഒരു വലിയ ഒരു പ്രേരണയായിരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ സൽപ്രവർത്തികളൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മദർ തെരേസയുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടുവാനും ഒക്കെ ആയിട്ട് അമേരിക്കയിലുള്ള ഒരു ജേർണലിസ്റ്റ് മദർ തെരേസയുടെ അടുക്കൽ വരുന്നുണ്ട്. മദർ തെരേസയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഇത്രയും ഹീനമായ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഒരു മടുപ്പുമില്ല, ഒരു വെറുപ്പോ അറപ്പോ ഒന്നുമില്ലാതെ ചെയ്യാൻ സാധിക്കും? കാരണം മദർ തെരേസ നോക്കിയിരുന്നത് എല്ലാവരാലും പരിത്യക്തരായ രോഗികളായിട്ടുള്ളവരാണ്. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിരിക്കും, പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരായിരിക്കും, കുഷ്ഠരോഗമുള്ളവരായിരിക്കും. എല്ലാവരെയും ഇത്ര സ്നേഹത്തോടെ എങ്ങനെയാണ് പരിചരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, എനിക്കൊരു 1 കോടി രൂപ തരുമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യത്തില്ല. അപ്പോൾ അതിന് വളരെ പുഞ്ചിരിയോടുകൂടെ മദർ തെരേസ പറഞ്ഞ കാര്യം ഇതായിരുന്നു, എനിക്കൊരു 10 ലക്ഷം രൂപ തന്നാലും അല്ലെ 10 കോടി രൂപ തന്നാലും ഞാനിത് ചെയ്യത്തില്ല. എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല, പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ്. മദർ തെരേസയുടെ ആ ജീവിതത്തിൻ്റെ ആപ്തവാക്യം ഇത് തന്നെയായിരുന്നു, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അതായത് ദൈവത്തിന് മനോഹരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കും. അത് മദർ തെരേസയുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൻ്റെ ഒരു മോട്ടോ പോലെയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ സുവിശേഷത്തിലും കാണുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അന്ത്യവിധിയുടെ സമയത്ത്
നമ്മുടെയൊക്കെ ജീവിതം, അതായത് സ്വർഗരാജ്യത്തിന് അവകാശികൾ നമ്മൾ എപ്രകാരമാണ് ആയിത്തീരുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളായിട്ട് മാറുകയാണ്. നിത്യജീവനിലേക്കുള്ള ഒരു വലിയ ഒരു കവാടമായിട്ട് ഈ സൽപ്രവർത്തികൾ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈശോ പറയുന്നത് പോലെ ഈ എളിയ സഹോദരനെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ ഒരു വലിയ വചനഭാഗം നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഈ നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ പുറകോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുക. നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കതിനേക്കാൾ കൂടുതൽ, ഉപകാരത്തേക്കാൾ കൂടുതലായിട്ട് ഉപദ്രവം ലഭിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത്. നന്മ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്കൊക്കെ നഷ്ടപ്പെട്ട് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളിൽ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സുഖലോലുപത, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം, എൻ്റെ ചിന്താഗതികൾ, അതിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരായിട്ട് മാറുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ആ ഒരു അതിലേക്കുള്ള ആ ഒരു പ്രവേശനം പലപ്പോഴും നമ്മളിൽ നിന്ന് വിദൂരയായി മാറുകയാണ്. വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ മേന്മകളോ നമ്മുടെ പാരമ്പര്യമോ ഒന്നുമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുവാൻ, നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ പ്രാധാന്യം നൽകണമെന്നുള്ള കാര്യം കൃത്യമായിട്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുതന്നെയാണ് നമ്മൾ ഒന്നാമത്തെ വായനയിലും വായിച്ചു കേട്ടത്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. അതായത് ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അതുപോലെ തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വായന അവസാനിച്ചത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. പരിശുദ്ധരായിരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ജീവിതശൈലി, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, നന്മ ചെയ്തു കൊടുക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആത്മീയമായ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റമാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ യാതൊരു രീതിയിലുള്ള മാറ്റവുമില്ലാതെ ഞാൻ ആത്മീയ ജീവിതം നയിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ഉപവസിക്കുന്നവനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പെരുമാറ്റത്തിൽ കൊണ്ടുവരുന്ന മാറ്റം നമ്മുടെ ജീവിതം പോലും മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായിട്ട് മാറും. ആദിമസഭയിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത്, അവർ ക്രിസ്ത്യാനികളാണ് എന്നറിയപ്പെട്ടിരുന്നത് പരസ്പരമുള്ള സ്നേഹം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അപ്രകാരം സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയൊക്കെ വാഹകരായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ടാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ കർത്താവേ, നിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ നന്മ ചെയ്യുന്ന ജീവിതങ്ങളായി, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ ഒക്കിക്കഴിഞ്ഞാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ടുള്ള വലിയ മനസ്സ്, പ്രകാരമുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളാകാൻ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച നന്മ നഷ്ടപ്പെട്ടു പോകുന്നവരാകാതെ ആ നന്മ ചെയ്ത് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുന്നവരായി മാറുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.